إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കോടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും
കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമ്മളോട് വളരെ സ്നേഹമുള്ള, നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കൊണ്ട് കടന്നു വരുമ്പോൾ ഏത് നിലയിലാണ് നമ്മൾ അയാളോട് പെരുമാറുക? വളരെ സ്നേഹത്തോടെ, ഹൃദ്യമായി നമ്മൾ അയാളെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷത്തിലൊരിക്കൽ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് പരിശുദ്ധ റമദാൻ. റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് കേവലം വെറുതെ കയ്യും വീശിക്കൊണ്ടല്ല, മറിച്ച് നമുക്ക് ധാരാളം സമ്മാനങ്ങളുമായി കൊണ്ടാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും പരമപ്രധാനമായി നമുക്ക് റമദാൻ നൽകുന്ന സമ്മാനം നമ്മേവരെയും തഖ്വയുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ സദാ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും. പരിശുദ്ധമായ ഒരു മാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ശ്രദ്ധയും കാവലും കരുതലും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ റമദാൻ നമുക്ക് ഷഹ്റു തഖ്വയാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മനുഷ്യ സഹജമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവും വെള്ളവും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഒന്നാണ് അവൻ്റെ ശാരീരികമായ ലൈംഗിക ആവശ്യം എന്നുള്ളതും. ഈ വിഷയങ്ങളിലെല്ലാം പടച്ച തമ്പുരാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ നമുക്ക് ഹലാലായ ഇണ നമ്മുടെ അടുത്തുണ്ടായിട്ട് പോലും എല്ലാ നിലയിലും തൻ്റെ ഇണയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് നോമ്പാണ്, ഈ നോമ്പിന്റെ പകലുകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നുള്ള ബോധത്തോടെ ഒരു റൂമിലുണ്ടായിട്ടും ഒരുപക്ഷെ ഒരു ബെഡിൽ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ പോലും അനിയന്ത്രിതമായി ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം നമ്മുടെ മനസ്സിലേക്ക് തഖ്വ റമദാൻ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട്, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ തയ്യാർ ചെയ്യപ്പെട്ട പലതുമുണ്ട്, പലതും തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ള നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ സമയം ആകുന്നത് വരെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഹലാലായ ഭക്ഷണമാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ അനുവദനീയമായ ഭക്ഷണമായിട്ട് പോലും വെള്ളമായിട്ട് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് വേണ്ട എന്ന് കരുതിക്കൊണ്ട് ക്ഷമയോട് മാറി നിൽക്കുന്ന മാസം, അതെ, റമദാൻ നമുക്ക് ക്ഷമ കൊണ്ട് വന്ന ഒരു അതിഥിയാണ്. സബറാണത്. അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ ഹലാലായ ഒരുപാട് സമ്പാദ്യം നമ്മുടെ കൈകളിലുണ്ട്. ആ പണം പാവങ്ങളായ ആളുകൾക്ക് ധർമ്മം നൽകിയാൽ എനിക്ക് ഒരുപാട് നേട്ടമുണ്ട്, നാളെ പാരത്രിക ലോകത്ത് വലിയ വിജയത്തിലേക്ക് അത് നയിക്കും എന്നുള്ള ബോധത്തോടു കൂടി ധനത്തോട് ഇഷ്ടമുണ്ടായിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ ഒക്കെ നമ്മൾ പിടിച്ചു വച്ചിരുന്ന നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ മാസം ഞാൻ കൂടുതൽ നൽകും എന്നുള്ള ചിന്തയോടുകൂടി ധാരാളമായി ധർമ്മം നൽകുന്നത് കൊണ്ട്
ഈ മാസം നമുക്ക് ക്ഷമ സമ്മാനിച്ച മാസമാണ്. ഷഹ്റു സ്വബറാണത്. അതുപോലെ ഷഹ്റു സ്വദഖയാണത്, ധാരാളമായി ധർമ്മം നൽകുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുന്നവരായിരുന്നു, എന്നാലും അള്ളാഹുവിന്റെ ഭവനത്തിങ്കൽ പ്രത്യേകമായി തറാവീഹ് നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് എനിക്കും അതിൽ പങ്കാളിയാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും പള്ളികളിലേക്ക് വരുന്നു. ആ നിലയിൽ ഈ മാസം നമുക്ക് ഷഹ്റു സ്വലാത്ത്, നമസ്കാരത്തിന്റെ മാസമാണ്. നമുക്കറിയാം, ഹിജറ 2-ാം വർഷമാണ് പരിശുദ്ധ റമദാൻ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുന്നത്. ആ റമദാനിനെ നോമ്പ് ഏത് നിലയിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ആ ഒരു മില്ലത്ത് അനുധാവനം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രകാരമാണ് നോമ്പ് അനുഷ്ഠിച്ചത്, എന്തൊക്കെയാണ് റമദാനിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചത്, ഏതൊക്കെ നിലയിലാണ് റമദാനിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെ പഠിപ്പിച്ചു തന്നത്. അതാണ് നമ്മളും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടവർ. സഹോദരങ്ങളെ, നമുക്കറിയാം ആരൊക്കെയാണ് ഈ റമദാനിൽ നോമ്പ് നോൽക്കേണ്ടവർ. ഒരു മുസൽമാനായ മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിൽ വിചാരിച്ച ഒരു മനുഷ്യൻ, പ്രഖ്യാപിച്ചൊരുത്തൻ, അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയവരായ ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, ശാരീരികമായി പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാതെ എല്ലാ നിലയിലും യോഗ്യത കഴിവുള്ളവർ, യാത്രക്കാരനല്ലാതെ സ്വന്തം നാട്ടിൽ താമസിക്കുന്നവരത്തൻ, ഇങ്ങനെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീ സഹജമായ പ്രസവരക്തം രോഗം പോലെയുള്ള തടസ്സങ്ങളൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നോമ്പ് നിർബന്ധമാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സഹാബി വര്യന്മാർ, പ്രത്യേകിച്ച് സഹാബ വനിതകൾ തങ്ങളുടെ മക്കളെ കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ പോലും നോമ്പ് ശീലിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. റബീഅ ബിൻത് മുഅവ്വിദ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, വനസൂമു സുബിയാനന, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പ് അനുഷ്ഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ ഞങ്ങൾ ആ കുട്ടികൾ വിശന്ന് കരയുന്ന സന്ദർഭം, ഈ ഹദീസിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആശുറാ പോലെയുള്ള സുന്നത്ത് നോമ്പുകളിലാണ് ഈ സംഭവം എന്ന് നമുക്ക് കാണാവുന്നതാണ്. സുന്നത്ത് നോമ്പുകൾ പോലും കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. അങ്ങനെ കുട്ടികൾ വിശന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് കരയുന്ന സാഹചര്യം ഉണ്ടാവും. ഞങ്ങൾ മാവ് കുഴച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം ഉണ്ടാക്കും. ഇന്നത്തെ പോലെ ചൈനീസ് കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. എന്നിട്ട് ആ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് നൽകി അത് കളിക്കാൻ കൊടുക്കും. അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിച്ചു കളയും. നോമ്പ് തുറക്കാനാകുന്നത് വരെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു എന്ന് ഇതിന്റെ പ്രാധാന്യം സഹാബത്ത് മനസ്സിലാക്കിക്കൊണ്ടത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. എന്തൊക്കെ നമുക്ക് ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കാം? നോമ്പിനെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു നോമ്പിലൂടെ നമുക്ക് എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടാം എന്നാണ് മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഏറ്റവും പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് നമുക്ക് തഖ്വ നൽകണം എന്നുള്ളത് തന്നെയാണ്. ഹറാമിൽ നിന്ന് 100% അകന്ന് ഹലാലിലൂടെ മുന്നേറിക്കൊണ്ട് കൂടുതൽ കൂടുതൽ പുണ്യങ്ങളിലൂടെ മുന്നേറാൻ ഈ നോമ്പ് നമുക്ക് സാധിക്കണമെന്നുള്ള ചിന്തയോടെ ആവണം എന്റെയും നിങ്ങളുടെയും നോമ്പിനെ വരവേൽക്കേണ്ടത്. ഇന്നലകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ റമദാനുകൾ നമുക്കിത് നേടിത്തന്നിട്ടുണ്ടോ? അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ടോ? കൂടുതൽ നന്മകളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പുനരാലോചന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. കാരുണ്യവാനായ റബ്ബ് നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണമെന്നാണ്. എൻ്റെ ഇന്നലകളിലെ നോമ്പുകൾ, ഇന്നലകളിലെ ദിനരാത്രങ്ങൾ, രാപ്പകലുകൾ ഞാൻ ഏത് നിലയിൽ കഴിച്ചുകൂട്ടി? എന്തോ ആയിക്കൊള്ളട്ടെ, മനുഷ്യനാണ്, വീഴ്ചകളുണ്ടാവും, കുറവുകളുണ്ടാവും. സഹോദരങ്ങളെ, വലിയ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഹറാമുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ നന്മകളിലൂടെ മുന്നേറിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സുവർണാവസരമാണ്. വലിയ ഒരു ബിഗ് ഓഫറാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ നോമ്പിനെ ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനവും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നോമ്പിന്റെ രാപ്പകലുകളിൽ ഏതെല്ലാം നിലയിലാണ് പ്രവാചകൻ ചെയ്തിരുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം പട്ടിണി കിടക്കലല്ല, ആളുകളെ കാണിക്കൊച്ചു കൂട്ടുന്ന പട്ടിണിയും അതുപോലെ തൊപ്പി നിറക്കലും ഒന്നുമല്ല നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന സിയാമ ലൈസ മിനൽ അക്ലി വശുർബി ഫഖത്ത്. തീറ്റയും കുടിയും മാത്രമല്ല, അത് ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നമ സിയാം മിനൽ ലഗ്വി വറഫസ്, തോന്നിവാസത്തിൽ നിന്നും അതുപോലെ തന്നെ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്, നീ ഒരു നോമ്പുകാരനായിരിക്കെ ആരെങ്കിലും നിന്നോട് സംസാരത്തിന് മോശമായ രൂപത്തിൽ ഇടപെടുന്നുവെങ്കിൽ, ഷണ്ഠ കൂടാൻ വന്നാൽ, ഫഖുൽ ഇന്നി സ്വായിം, നീ പറയണം എനിക്ക് നോമ്പാണ്, ഞാനില്ല. മാറാൻ കഴിയണം. നമ്മൾ മാറുന്നുണ്ടോ? അത്തരം രംഗങ്ങളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും മാറി നിൽക്കാനും അതെനിക്ക് ഇടപെടാൻ പറ്റിയ സമയമല്ല. എൻ്റെ സംസാരം ആ രൂപത്തിലാവാൻ പറ്റിയതൊന്നുമല്ല. എൻ്റെ നോട്ടം അങ്ങനെ ആവാൻ പറ്റിയ സമയമല്ല. ഞാനൊരു നോമ്പുകാരൻ എന്നുള്ള ബോധം നമുക്കുണ്ടോ? സന്തോഷിച്ചു കൊള്ളുക. നമ്മുടെ മനസ്സുകളിൽ ഈമാൻ നിറക്കപ്പെട്ടിട്ടുണ്ട്, ഈമാൻ കയറിയിട്ടുണ്ട് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കാൻ കഴിയണം. അതാണ് നോമ്പ്. ആ ഒരു ഇംസാക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ റമളാൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കരിച്ചു കളയുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടിയുള്ള നമ്മുടെ നോമ്പ് കാരണത്താൽ നമുക്ക് കരിച്ച് ശുദ്ധീകരിച്ച് തരികയാണ്. പിന്നെ നമ്മൾ ഒരാളോടും വഴക്കിന് പോവില്ല, നമ്മൾ ഒരാളോടും മോശമായി സംസാരിക്കില്ല, ഒരാളുടെയും മുതൽ നമ്മൾ പിടിച്ചടക്കാൻ ശ്രമിക്കാറില്ല. അതൊന്നും പിന്നീട് ഒരു നോമ്പുകാരനായിരിക്കെ ഇതെന്റെ ജീവിതത്തിൽ യോജിച്ചതല്ല, ഇന്നലകളിൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് മാറണം എന്നുള്ള ഒരു വിശ്വാസം, ബോധം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോ ആ നിലയിലാകുമ്പോൾ ആ മനുഷ്യന്റെ നോമ്പ് അവന്റെ പ്രയോജനപ്രദമാവും എന്നുള്ളതാണ്. അല്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നോമ്പിനാണെങ്കിലും ശരി. ചില ആളുകൾ അങ്ങനെയുണ്ട്, നോമ്പല്ലാത്ത മാസങ്ങളിൽ ജീവിച്ചിരുന്നത് പോലെ കളിയും തമാശയും വിനോദവും എല്ലാവിധ ഹറാമറപ്പുകളും കാണിച്ചു കൂട്ടിക്കൊണ്ടുള്ളൊക്കെ ഒരു ജീവിതമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവന് നോമ്പുകാരനാണ്. പക്ഷെ നമസ്കാരത്തിന്, അവന് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവൻ നോമ്പ് നോൽക്കുന്നവനാണ്, പക്ഷെ ഭാര്യയോട് മോശമായി വീട്ടിൽ വെച്ച് സംസാരിക്കുന്നു, മക്കളോട് പോലും സംസ്കാരമില്ലാതെ പെരുമാറുന്നു, അയൽവാസികളോട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കും വക്കാണവുമാണ്, അങ്ങാടികളിൽ ഷണ്ഠ കൂടാൻ അവൻ മുൻപിലാണ്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീമാ അൻ യദഅ തആമുഹു വശറാബുഹു. ഇതൊന്നും നിർത്താൻ തയ്യാറല്ലാത്തവന് പട്ടിണി കിടക്കണം എന്നുള്ളത്, അവന്റെ ഭക്ഷണവും വെള്ളവും അവൻ ഒഴിവാക്കണമെന്ന് പടച്ചവന് ഒരു ആവശ്യമില്ല, വെറുതെയാണ്.
ചില ആളുകളുണ്ടാവും, നോമ്പ് ഉണ്ടാവും, നമസ്കാരം ഒരു വക്ത് പോലും പകല് നമസ്കരിക്കൂല. എന്നിട്ട് ജോലി തിരക്കാണ്. ഓരോ പേരും പറഞ്ഞ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തിരക്കുകൾ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ഈ ദുനിയാവിന്റെ വിഷയത്തിൽ എത്രമാത്രം സമയങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നമുക്ക് കാണിക്കേണ്ടുന്ന നിർബന്ധ ബാധ്യതകൾക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും സമയമില്ല പോലും. നന്ദികേടാണ് ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുള്ളത്. ആ നിലയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ വേണ്ടടോ നമ്മുടെ നോമ്പ്, അങ്ങനെയുള്ള ആളുകളുടെ നോമ്പ് അവൻ പട്ടിണി കിടക്കണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും മഹത്തരമായ കർമ്മം ഏതാണ്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്സിയാം ലാ മിസ്ല ലഹു, നിനക്ക് നീ ഒരു നോമ്പുകാരനാണ് ആകുന്നതാണ് ഏറ്റവും ഉത്തമമായ കർമ്മം. ലാ മിസ്ല ലഹു. എന്തേ അതിന്റെ പ്രത്യേകത? ദാഹിക്കുന്നുണ്ട്, കഠിനമായ ചൂടാണ്, വല്ലാത്ത ശാരീരിക ക്ഷീണമുണ്ട്, വെള്ളം നമ്മുടെ വീട്ടിലുണ്ട്, കുടിക്കുന്നില്ല. അത് നോമ്പ് കാരണത്താൽ അവന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ നിഅമത്താണ്. അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ തന്റെ ഭക്ഷണം ഒഴിവാക്കുന്നത്. വിശപ്പില്ലാത്തത് കൊണ്ടല്ല, ഹലാലായ ഭാര്യയെ സമീപിക്കുന്നില്ല ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവൻ നോമ്പുകാരനാണെന്നുള്ള ബോധമാണ്. അത്തരക്കാരായ ആളുകളെ അവർ നാളെ പരലോകത്ത് ചെന്നെത്തുമ്പോ സ്വർഗത്തിനൊരു കവാട, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഒന്ന് ഇങ്ങനെയുള്ള നോമ്പുകാർക്ക് വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷം അറിയിച്ചു തരികയാണ്. അർ-റയ്യാൻ എന്ന ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ അരികിൽ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയും, ചോദിക്കും, അയിന സ്വായിമൂൻ, നിങ്ങളുടെ റബ്ബിന് വേണ്ടി എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ചവരെ കടന്നു വരൂ ഇതിലൂടെ. അതിലൂടെ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനുകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുന്നവരെ പിന്നീട് അവർക്ക് യാതൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുകളുമില്ല, ഒരു ജലദോഷം പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അത്രമാത്രം സുഖകരമായ സ്വർഗമാണ് അവർ കാത്തിരിക്കുന്നത്. അവിടെയുള്ള ഏറ്റവും സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരാള് പോലും, സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ പദവി ലഭിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു രാജാവിനുള്ള അതിനേക്കാൾ വലിയ സമ്പന്നനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗം നമ്മൾ ആഗ്രഹിക്കണം. അത് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായി നോമ്പ് നോൽക്കാൻ തോന്നുക. ആ സ്വർഗം ആഗ്രഹിക്കുന്നവർക്കാണ് അള്ളാഹുവിന് വേണ്ടി എല്ലാ ഹലാലുകളും അവന്റെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് പരിശുദ്ധ നോമ്പിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് തോന്നുവാൻ സാധിക്കുക. അത്തരക്കാർക്ക് നോമ്പിൻ്റെതായ എല്ലാ നിലം ആ മാന്യതകളും പാലിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ തങ്ങളുടെ ശരീരവും ഒക്കെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അവന് വേണ്ടി സമർപ്പിക്കാൻ തോന്നുക. പൂതി വേണം നമുക്ക് സ്വർഗത്തെ കുറിച്ച്. നമുക്കറിയാമല്ലോ, സഹാബത്തിന്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രായമായി വീട്ടിൽ അങ്ങേയറ്റത്തെ അവശതയിലിരിക്കുന്നവരായ ആളുകൾ മദീനയുടെ തെരുവോരങ്ങളിലൂടെ യുദ്ധകാഹളവുമായി യുദ്ധത്തിന് വേണ്ടി ആളുകളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പേര് കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപനം നടത്തുമ്പോ പ്രായമേറിയ ആളുകൾ മക്കളോട് പറയണം, മക്കളെ, എന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാണ്, അള്ളാഹു നൽകിയ ഈ ആരോഗ്യം ആയുസ്സിന് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അനുവാദം തരണം യുദ്ധത്തിന് പോകാൻ. മക്കളോട് ഭാര്യയോട് സമ്മതം ചോദിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. പൂതിയാണ് അവർക്ക് സ്വർഗത്തിന് വേണ്ടി. കാരണം അവർ മനസ്സിലാക്കിയിരുന്നു റബ്ബിന്റെ മുമ്പിലുള്ള ത്യാഗത്തിന്, ജിഹാദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സ്വർഗമാണെന്ന്. മണിയറക്കുള്ളിൽ സ്വന്തം ഭാര്യയുടെ പൊതുമണവാട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇറങ്ങിപ്പോയ, സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ടവളെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു പോയ സഹാബത്തിന്റെ ചരിത്രം നമ്മുടെ രക്തങ്ങളെ തിളച്ചു മറിക്കാറുണ്ട്, ആവേശം കൊള്ളിക്കാറുണ്ട്.
അത് ആവേശം കൊള്ളാനുള്ളതല്ല. ജീവിതത്തിൽ അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കണം. ഈ നോമ്പ് കൊണ്ട്, പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിലുണ്ട്, ഈ നോമ്പ് കൊണ്ട് എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാം ഇത്തരം പദവികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങും. പരിശുദ്ധ റമദാനിൽ എല്ലാവിധ സാമൂഹിക നന്മയുടെ വിഷയങ്ങളിലും ഞാനും നിങ്ങളും മുൻപിലുണ്ടാവും. പള്ളികളിലൊക്കെ നോമ്പ് തുറകൾ സജീവമാകാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളികളും അതിനും എല്ലാ നിലയിലും സജീവമാണ്. ഞാൻ ഈ മിമ്പറിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മുടെ പള്ളിയിൽ ഒന്നാമത്തെ നോമ്പിന് നോമ്പ് തുറ സംഘടിപ്പിച്ചത് ഈ പരിസരത്തുള്ള കുട്ടികളാണ്. അല്ലാഹുവേ, അവരിൽ നിന്നും അത് സ്വീകരിക്കണമേ. അവർക്കതിൻ്റെ അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നൽകണമേ നാഥ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ചെറുപ്പം ഇത്തരം വിഷയങ്ങളിലാവട്ടെ. നമ്മുടെ പോക്കറ്റിലുള്ള പണം ഇത് ചെലവഴിച്ചാൽ പോകും എന്നുള്ള പേടി വെച്ചിരിക്കുന്നവൻ നോമ്പിന്റെ മധുരം അറിയാത്തവനാണ്. അവന് സ്വർഗത്തെക്കുറിച്ച് പൂതിയില്ലാത്തവനാണ്. നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇതിൽ നിന്ന് ചെലവഴിക്കും എന്നുള്ള ഉറച്ച നിയ്യത്തോടുകൂടി ഇല്ലാത്തവരല്ല നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവൽ എപ്പോഴാണെന്നറിയുന്നത്? സ്വർഗത്തിനെ കുറിച്ച് പൂതി തോന്നുമ്പോഴാണ്. എന്നാൽ കഴിയുന്നത് ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് എൻ്റെ ഒരു വിഹിതം ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായും സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ്, പൂതി വെക്കുന്നവരാണ്. ആ പൂതി തന്നെയായിരുന്നു സഹാബത്തിനും ഉണ്ടായിരുന്നത്. നമ്മളാൽ കഴിയുന്ന വിധം നമ്മളും അതിനുവേണ്ടി ആഗ്രഹിക്കണം, മറങ്ങണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, മനുഷ്യനാണ്, ഒരുപാട് തെറ്റുകൾ നമ്മൾ വന്നു പോയിട്ടുണ്ട്. ഈ തെറ്റുകൾക്കെല്ലാം പരിഹാരമാണ് പരിശുദ്ധ റമദാൻ. നമ്മുടെ പാപങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയിട്ടുണ്ട്. ആ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാനും നിങ്ങളും സന്നദ്ധനാവുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ തുലഞ്ഞു പോകട്ടെ. എന്താണ് ആ മനുഷ്യനെ ശപിക്കാൻ കാരണം? അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു, പരിശുദ്ധമായ നോമ്പ് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അത് ലഭിച്ചിട്ട് അവന്റെ പാപം പുറത്തു കൊടുത്തില്ല എങ്കിൽ ആ മനുഷ്യൻ തൊലയട്ടെ എന്ന് പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് പ്രാർത്ഥിച്ചത്, റസൂലുള്ളാഹ് ആമീൻ പറഞ്ഞു എന്നാണ്. എന്തായാലും ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനുള്ള വലിയ ഒരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വളരെ ആഗ്രഹത്തോടെ എന്റെ പാപങ്ങൾ എന്റെ നാഥൻ എനിക്ക് പുറത്തു തരും. പടച്ച തമ്പുരാൻ കരുണയുള്ളവനാണ്. ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്. കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, കേൾക്കാൻ പാടില്ലാത്തത് ഞാൻ കേട്ടിട്ടുണ്ട്, ചെല്ലാൻ പാടില്ലാത്തയിടത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അല്ലാഹുവേ, പറ്റിപ്പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി ഈ പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളിൽ പറയാനുള്ള അവസരങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ മൻ സ്വാമ റമളാൻ ഈമാന, വിശ്വാസമുണ്ട്, എന്റെ നാഥൻ എനിക്ക് പുറത്തു തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം, എന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ, വഹ്തിസാബൻ, അവൻ ആഗ്രഹമുണ്ട്, പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊറുക്കപ്പെടും, അവന് പുറത്തു കൊടുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോമ്പിന്റെ വലിയ മഹത്വം ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും ഒരു ദിവസത്തെ നോമ്പ്, ഒരു ദിവസം, സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് 70 വർഷം അകലേക്ക് അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയുന്നതാണ്. ഏതാണ് ആ നരകം? നമ്മൾ കേട്ടിട്ടുണ്ട്, നാറുല്ലാഹിൽ മൂഖദ,
ആളിക്കത്തിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ അഗ്നിയാണത്. ആ തീയിന്റെ പ്രത്യേകത എന്താണ്? അല്ലതീ തത്വലു അലൽ അഫ്ഇദ, ഹൃദയാന്തരങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് പിടികൂടുന്ന നരകം. ആ നരകത്തിൽ ഭയാനകമായ അവസ്ഥ, അത് അണയാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ. അതിൽ വീണു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ശാപവുമാണ്, നാശവുമാണ്. ഒരു രക്ഷയും അവൻ അവിടെ ഉണ്ടാവില്ല. അവന്റെ ശരീരത്തിൽ ടാറ് കൊണ്ടുള്ള വസ്ത്രമാണ് അണിയിക്കുക. അത് ഉരുകി ഒലിച്ച് അവന്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേരും. അവന്റെ തൊലി കരിഞ്ഞു പോകുമ്പോ അവന്റെ ശരീരത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുക അവന്റെ തൊലിപ്പുറമെയാണ്. ആ തൊലി കരിഞ്ഞ് കരിക്കട്ടയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റി വേറെ തൊലി നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തെയാണ് ഭയപ്പെടേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ്. അതിൽ വീഴുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുക, ഈ നരകത്തിലുള്ള ഏറ്റവും ഭയാനകമായ ഭീകരമായ കൊടിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ഞാനാണെന്നാണ്. ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നവന്റെ അവസ്ഥ അതായിരിക്കുമെങ്കിൽ അതിലുള്ള മഹാപാപികൾ ഫിർഔനിനെ പോലെ, ഖാറൂനിനെ പോലെ, ഹാമാനിനെ പോലെ, അബൂലഹബിനെ പോലെ ലഅനത്തുല്ലാഹി അലൈഹി, അവരെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അതിൽ പെടുന്നതിൽ തൊട്ട് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് സദാ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അതിനുള്ള അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഓരോരുത്തരും ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ നോമ്പ് പരമാവധി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കും, അത് പ്രാവർത്തികമാക്കും. ഒരു നോമ്പ് പോലും എനിക്ക് നഷ്ടപ്പെടില്ല. ഒരു തെമ്മാടിത്തരത്തിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല. എല്ലാവിധ നന്മകളിലും എല്ലാവിധ സാമൂഹിക നന്മകളിലും എൻ്റെ സാന്നിധ്യവും സമ്പത്തും എൻ്റെ എല്ലാ നിലയിലുമുള്ള ഒരു സാന്നിധ്യം ഞാൻ ഉറപ്പുവരുത്തുമെന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം ഇപ്പോൾ തന്നെ നമുക്കുണ്ടായാൽ നോമ്പിന് മുമ്പ് നമ്മൾ ഭരിച്ചാലും ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തി തരും. അല്ലാഹു അത്തരക്കാരായ സൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅലാ ആലിഹി വസഹാബതിഹിൽ മുർത്തദ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പരിശുദ്ധമായ നോമ്പിനെ പ്രതീക്ഷിക്കുകയാണ്. ആ നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തുണ്ടാവുന്ന വലിയൊരു സൗഭാഗ്യം, അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വിചാരണ ചെയ്യപ്പെട്ട് നമ്മുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവും സമ്പത്തും ആളുകളും ഒക്കെ നമ്മിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് എനിക്കെൻ്റെ കാര്യം മാത്രം മതി, മറ്റൊരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല, മറ്റൊരാളും എന്നെ സഹായിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം ഓരോ നഫ്സിനെ സംബന്ധിച്ചുമാകുന്ന ആ ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമിൽ ഖിയാമ. റമദാനാണല്ലോ, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും ഖത്ം തീർക്കാൻ ഞാനും നിങ്ങളും ഈ റമദാനിൽ ഉറച്ച നിശ്ചയത്തോടുകൂടി തീരുമാനമെടുക്കണം. അതിന് ഒന്നാമതായി നമ്മൾ ചെറിയ ഒരു പണി ചെയ്താൽ മതി, നമുക്ക് കഴിയും. നമ്മുടെ മൊബൈലിലുള്ള ആ ഒരു നെറ്റ് സംവിധാനം പകല് ഞാനും നിങ്ങളോട് ഓഫാക്കിയാൽ നമുക്ക് കഴിയും. ഇല്ലേ മണിക്കൂറുകൾ പിശാച് നമ്മളെ ഇതിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ നോമ്പുകളും നമ്മുടെ ഖുർആൻ പാരായണം യശ്ഫആനി യൗമിൽ ഖിയാമ. ഒരടിമക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ രണ്ട് ആദം നോമ്പും ഖുർആൻ പാരായണവും ശഫാഅത്ത് ചോദിക്കുമെന്നാണ്. യഖൂലു സിയാം ഐ റബ്ബി ഇന്നി മനഅതുഹു അത്'ആമ വശഹവാതി ബിന്നഹാരി ഫതശ്ഫഅനി ബിഹി ഫീഹി. അല്ലാഹുവേ, ഞാൻ കാരണത്താലാണ് അവന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവന്റെ ഭക്ഷണപാനീയങ്ങളുമൊക്കെ അവൻ വെടിഞ്ഞിരുന്നത്. അതിനാൽ അല്ലാഹുവേ, എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണമേ എന്ന് നമ്മുടെ നോമ്പ് നമുക്ക് വേണ്ടി നമ്മുടെ നാഥന്റെ മുമ്പിൽ ശുപാർശ പറയുമെന്നാണ്. അതുപോലെ തന്നെ യഖൂലുൽ ഖുർആൻ റബ്ബി മനഅതുഹു അൻ-നൗമ ബിൽ-ലൈൽ ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, രാത്രികാലങ്ങളിൽ തറാവീഹ് നമസ്കാരങ്ങൾ കഴിഞ്ഞാലും ദീർഘമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവൻ ഉറങ്ങാതെ അവന്റെ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് അവൻ കഴിച്ചു കൂട്ടിയത് എനിക്ക് വേണ്ടിയാണ്. അതിനാൽ അല്ലാഹുവേ, അവന് പുറത്തു കൊടുക്കണമേ, അവന് വേണ്ടി എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുഷ്ഫആൻ, അവരുടെ രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, വലിയ ഒരു അവസരമാണ്, വലിയ ഒരു ഓഫറാണ് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ പരിശുദ്ധ റമളാനിലൂടെ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഓഫർ വാരിക്കൂട്ടുവാൻ ഞാനും നിങ്ങളും മെനക്കെടണമെന്നാണ്. നമ്മൾ റമദാൻ മാസത്തിൽ ഓരോരോ ഷോപ്പുകൾ, ടെക്സ്റ്റൈൽസുകൾ ഓഫറുകൾ പ്രഖ്യാപിക്കും. അവിടെ വിലക്കുറവുണ്ട്, 10%, 100%. അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുന്ന വില പിടിച്ച സമയങ്ങൾ നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നെട്ടോട്ടമോടുമ്പോ രാത്രികാലങ്ങളിലൊക്കെയുള്ള തറാവീഹ് നമസ്കാരങ്ങൾ ഒഴിവായിക്കൊണ്ട് അങ്ങാടികളിലൂടെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് കൂടിക്കുഴഞ്ഞ് കടകളിലൂടെ വിഹരിക്കാനാണ് ഭാവമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലം പോലെ അങ്ങനെ കഴിഞ്ഞു പോകുമെന്നേ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു പോകുന്നോമ്പ്. ചില ആളുകൾക്ക് ഒരു ഇടങ്ങേറ്. ഇപ്പൊ നോമ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാലപ്പോ അത് പിന്നെ ബുദ്ധിമുട്ടല്ലേ കാലം, എന്റെ പണി എന്തേ കാലം, സ്കൂളല്ലേ, പരീക്ഷയല്ലേ, ഒരുപാട് ന്യായങ്ങളാണ് നമ്മുടെ മനസ്സിൽ. ഒന്നും ഉണ്ടാവില്ല, ഒക്കെ അതിന്റെ വഴിക്ക് പോകും. നമുക്ക് നോമ്പുകാരാണെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചൂടാണ്, ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കുക. ആ ക്ഷമക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ അത്യാവശ്യം പർച്ചേസ് ചെയ്യണം. പെരുന്നാളും നിർബന്ധമായിട്ടും പുതിയ തുണി കുപ്പാടിക്കണം എന്നുള്ള ആളുകൾ ഇന്ന് മുതൽ തന്നെ പോയിക്കോളി. പീഡിയക്കാർക്കൊക്കെ ഒരു സൗകര്യം കൊണ്ടുവന്ന സാധനം വിറ്റ് തീരും ചെയ്തോളും. നോൻപ് നിങ്ങൾക്ക് പിന്നെ പള്ളിയിലും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ദുആകളും അതുപോലെ തന്നെ പരിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ പാരായണവും ഒക്കെയായി സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാനുള്ള അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക.